എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഫാക്റ്റുകളാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യില്ല. അപ്പോൾ SCERTയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് കളയാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് SCERTയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുന്ന ക്ലാസ്സിൽ ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് നമുക്കറിയാം. ഒരു രാജ്യത്തിൽ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നതൊക്കെ എവിടെ നിന്നാണ്? അതാത് രാജ്യത്തുള്ള ഭരണഘടനയിൽ നിന്നാണെന്നും നമുക്കറിയാം. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടത്തുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാജ്യത്തും അങ്ങനെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ SCERTയിൽ പറയുന്നുണ്ട്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ SCERTയിൽ പറയാൻ തുടങ്ങുന്നത് ആമുഖത്തെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖമുണ്ട്. ഈ ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്കിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്കിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ച് ഓപ്ഷനിലുള്ളത് എന്തായിരുന്നു? ആമുഖം എന്നാണ് ഉത്തരമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന ആ ഒരു വാക്കിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എത്രയോ PSC പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ അന്തസ്സത്തെയും താക്കോലും എന്നറിയപ്പെടുന്നത് ആമുഖമാണെന്ന് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. ഭരണഘടനയുടെ അന്തസ്സത്തെയും താക്കോലും എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ്. ഭരണഘടനയുടെ അന്തസ്സത്തെയും താക്കോലും എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇനി ആമുഖവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ്. നമ്മുടെ ആമുഖം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശമെന്നും ലക്ഷ്യങ്ങളെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആമുഖത്തിലാണ്. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന എവിടെയാന്ന് വെച്ചാൽ അത് നമ്മുടെ ആമുഖത്തിലാണ്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന ഭാരതത്തെ എപ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ ഭാരതത്തെ ഇന്ത്യൻ ഭരണഘടന വിശേഷിപ്പിച്ചിരിക്കുന്നത്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന ആമുഖ പ്രകാരം എന്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആമുഖത്തിൽ പറയാണ് ഇന്ത്യൻ ഭരണഘടന ഭാരതത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അത് കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം. നമ്മൾ അതിനുവേണ്ടി ഒരു കോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പസോമ ജെറി എന്ന് പറയുന്ന കോഡാണ്. പ എന്ന് പറയുമ്പോൾ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ
ജെറിയിലെ റീ എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഭാരതത്തെ ആമുഖപ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എടുത്താൽ അതിൽ പരാമർശിക്കുന്ന ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന കാര്യം ഓർക്കുക. അപ്പൊ നീതിയുണ്ട്, പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്? നീതിയാണ്. അതിനുശേഷമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു പോകുന്ന ഓർഡറാണ് ആദ്യം നീതി, പിന്നെ സ്വാതന്ത്ര്യം, പിന്നെ സമത്വം, പിന്നെ സാഹോദര്യം. അതുപോലെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ ആകെ ഒരു തീയതി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അത് 1949 നവംബർ 26 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതി. 1949 നവംബർ 26. ഇനി ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ ആമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യൻ ജനങ്ങൾക്കാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് കൃത്യമായി നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ആർക്കാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടു ഇന്ത്യൻ ഭരണഘടന ഭാരതത്തെ എപ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നു. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മൾ പഠിച്ചു. ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ് പരമാധികാരം, എന്താണ് സോഷ്യലിസ്റ്റ്. അതിനെക്കുറിച്ച് നമ്മുടെ SCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പരമാധികാരത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് പസോമ ജെറിയിലെ പരമാധികാരമാണ്. ആ പരമാധികാരത്തെക്കുറിച്ച് പറയുന്നത് ഭാഗ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ്. മറ്റ് രാജ്യങ്ങളെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പരമാധികാരത്തോടു കൂടി ഭാഗ്യവും അതോടൊപ്പം തന്നെ ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതിസമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുക. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളൊക്കെ കുറച്ചിട്ട് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു എന്നതാണ് സ്ഥിതി സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ്? സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളൊക്കെ കുറച്ചിട്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. ഇനി അടുത്തത് മതേതരത്വമാണ്. മതേതരത്വം എന്നതിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം എന്താണ്? ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് എന്താണ്? ഔദ്യോഗികമായിട്ട് മതവുമില്ല എന്നതാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ജനാധിപത്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നടക്കും. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് ഭരണം നടക്കുന്നത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നടക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം ജനാധിപത്യം. ഇനി അവസാനം പറയുന്നത് റിപ്പബ്ലിക്കാണ്. രാഷ്ട്രതലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രതലവനുണ്ട്. ആ രാഷ്ട്രതലവനെ നമ്മൾ എന്താണ്? തിരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പസോമ ജെറി പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത്, ഈ ഒരു ക്ലാസ്സിലെ അധ്യായത്തിൽ. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അപ്പൊ എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്നാണ് നമ്മൾ നീ ഒന്ന് പറയാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് ഇവിടെ ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. നമ്മുടെ രാജ്യത്ത് പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന് മൗലിക അവകാശങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഒരു ഭാഗം മൗലിക അവകാശങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്.
അതോടൊപ്പം തന്നെ മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നതാണ്. ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ച്, ഒന്ന് പാർലമെന്ററി ഭരണ സമ്പ്രദായം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. കൃത്യമായിട്ട് SCRT-യിൽ ഓരോ പോയിന്റ് ആയി കൊടുത്തതാണ്. ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടുന്നതേത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ഒന്നാമത്തെ പോയിന്റ് പാർലമെന്ററി ഭരണ സമ്പ്രദായം, രണ്ടാമത്തെ പോയിന്റ് മൗലിക അവകാശങ്ങൾ, മൂന്നാമത്തെ പോയിന്റ് മൗലിക കർത്തവ്യങ്ങൾ, നാലാമതായിട്ട് നിർദ്ദേശക തത്വങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയിൽ എന്താണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇപ്പോൾ പഠിച്ചു. ഒന്ന് പാർലമെന്ററി ഭരണ സമ്പ്രദായം, മറ്റൊന്ന് മൗലിക അവകാശങ്ങൾ, മറ്റൊന്ന് മൗലിക കർത്തവ്യങ്ങൾ, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് നിയമവാഴ്ച. അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് നിയമവാഴ്ചയാണ്. അപ്പൊ നിയമവാഴ്ച എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. സംയുക്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നതാണ്. ഒപ്പം എഴുതപ്പെട്ട ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അപ്പൊ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടുന്നതാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന കൃത്യമായിട്ട് ലിസ്റ്റ് ഇട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. പാർലമെന്ററി ഭരണ സംവിധാനം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട ഓരോ കാര്യങ്ങളും പാർലമെന്ററി ഭരണ സംവിധാനം, അതോടൊപ്പം തന്നെ മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പൊ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. തുടർന്നുള്ള ക്ലാസ്സിലൂടെയായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ, ഭരണഘടന എന്ന് പറയുന്ന ഭാഗം വായിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ചു വെക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് SCRT-ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, ഒരു കുറച്ച് പേജുകൾ. കാരണം നമ്മൾ ഈ പഠിക്കുന്ന SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ SCRT-ൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഉത്തരം കിട്ടണമെന്ന ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ SCRT-ക്ക് ഉള്ള ഭാഗങ്ങൾ നമ്മൾ മാറ്റി ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ അവിടെ ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ SCRT-ന്ന് കുറേ ചോദ്യങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ പല സെന്റൻസുകളായിരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യമായിട്ട് വരിക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, എന്താണ് പാർലമെന്ററി സമ്പ്രദായമെന്നും മൗലിക അവകാശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.